ഹലോ നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് മാംഗോ മെഡോസ് എന്ന കോട്ടയത്തെ ഒരു സ്ഥലത്താണ്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ കാണാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും 5 o'clock ആയപ്പോഴത്തേക്കും ഇതെല്ലാം ക്ലോസ് ആയിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വന്നേക്കുവാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ കുഞ്ഞാപ്പിനൊക്കെ ആയിട്ടായിരുന്നു വന്നത്. പക്ഷേ ഇന്ന് വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എല്ലാത്തിലൊക്കെ കയറാമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എൻട്രി ഫീസ് 300 rupees അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എൻട്രി നമ്മൾ അവിടെ തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളുടെ എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാൻ പോവാണ്. ഇവിടെ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒത്തിരി ഏക്കറിൽ കൂടുതലും കൃഷിയാണ്. ഇവിടെ ഒത്തിരി ഇത് ശരിക്കും ഒരു ഫാം പോലെയാണ്. അപ്പോൾ അവിടെ ജൈവമായിട്ടുള്ള അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ചെടികളും ഒത്തിരി സ്പീഷീസിലുള്ള ചെടികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ പിള്ളേരെ തന്നെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഗെയിംസും പിന്നെ പിള്ളേരുടെ ഇഷ്ട കഥാപാത്രങ്ങളായ ലുട്ടാപ്പി, ഡാഗിനി ഉള്ളവരുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പല 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 കോൺസെപ്റ്റുള്ള പല പല സംഭവങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയാണ് അവിടുത്തെ. അപ്പോൾ അവിടെ നമ്മുടെ ടീ ഷോപ്പിൻ്റെ പേര് തന്നെ മാംഗോ വിലാസം ടീ ഷോപ്പ് എന്നാണ്. ഇതും ഒരു ഓൾഡ് രീതിയിലാണ് ഈ ടീ ഷോപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പക്ഷേ അവിടെ നല്ല ടേസ്റ്റുള്ള ഞങ്ങൾ എല്ലാവരും ഒരു ചായ കുടിച്ചു. അതുപോലെ തന്നെ ഉണ്ടംപൊരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പഴയകാല നെയിംസൊക്കെയാണ്. മീൻസ് നമ്മളുടെ അവിടെ അങ്ങോട്ടൊക്കെ കൂടുതലും ബോണ്ടാന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം നല്ല ഒന്നാന്തരം പരിപ്പ് വടയും ഉഴുന്നുവട, ഉള്ളിവട, അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒത്തിരി ടൈപ്സ് ചെടിയുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് 1 മണിക്കൂർ അവിടുത്തെ ഇൻട്രൊഡക്ഷനാണ്. എല്ലാ തരത്തിലുള്ള ചെടികളും അവരാദ്യം നമ്മളെ പരിചയപ്പെടുത്തും. അങ്ങനെ എല്ലാം പരിചയപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഒരു പ്രൈവറ്റായിട്ട് പൂളുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒത്തിരി സംഭവങ്ങൾ അവിടെ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ഓൾഡ് രീതിയിലും ന്യൂ രീതിയിലുമൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഹൗസ് ബോട്ട് അവിടെയൊക്കെ കയറി. അതുകൂടാതെ നമ്മൾ സിമ്പിൾ കുറച്ച് ബോട്ടിംഗ് ഒക്കെ ചെയ്തായിരുന്നു. നല്ലപോലെ കൊട്ടവഞ്ചി, അങ്ങനെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റിന് ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിഷിന് നമുക്ക് ഫുഡ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കവിടെ പെയിൻ ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ റിസോർട്ട് പോലെ അവിടെ നമുക്ക് താമസിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അവരുടെ ഗസ്റ്റിനുള്ള പ്രൈവസിക്ക് വേണ്ടിയായിരിക്കും അവർ 5 o'clock വരെ ടൈം വെച്ചേക്കുന്നത്. ഒത്തിരി സ്റ്റാഫിന് ഈ മാംഗോ മെഡോസ് എന്ന് പറഞ്ഞ ഈ സംരംഭം വഴി ജോലി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ പഴയകാല ഓർമ്മകളിലൊക്കെ മീൻസ് അന്നൊക്കെ നമ്മൾ പിന്നെ മീൻസ് ചകിരി പിരിച്ചായിരുന്നു അന്നൊക്കെ കയറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കയറ് പിരിച്ച് ചകിരി വിരിച്ച് കയറുണ്ടാക്കുന്നു. അതുപോലെ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് പാത്രം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ പുറത്തായിട്ട് നല്ല മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാട്ട് ഒരു കവിതയായിരുന്നു. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്ന പാട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ നമ്മളെ ആ ഒരു മൂഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാടകയ്ക്ക് വേണമെങ്കിൽ സൈക്കിൾ എടുക്കാം നമുക്ക് അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല രീതിയിൽ പൈസ മുടക്കി തന്നെയാണ് ഇതിലെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ബൈബിളിൻ്റെ മോഡലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനകത്ത് ഓരോ വേർഡ്സും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വായിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ പ്രവാസിയായിട്ടുള്ളൊരു ചേട്ടനാണ് ഈ മാംഗോ മെഡോസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. ഒത്തിരി വർഷത്തെ അധ്വാന ബലം കൊണ്ടാണ് ആ ചേട്ടനിത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെയുണ്ട്. മാറി അക്വേറിയം ആണെങ്കിലും അടിപൊളി ഭംഗിയായിട്ട് അക്വേറിയമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി മീനുകളും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഫോണിൽ കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ TV-യിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ 300 rupees കൊടുത്തു കഴിഞ്ഞാൽ അത് വർത്തിയാണ്. കാരണം ഒരു ദിവസം ഫുള്ള് വേണം. ആക്ച്വലി രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വന്നെങ്കിലുള്ളൂ 5 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടു തീരാൻ പറ്റുള്ളൂ. അത്രമാത്രം കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം എന്തായാലും നമുക്ക് ലൈഫിൽ വിസിറ്റ് ചെയ്യാത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര കുറേ പ്രാവശ്യം വിസിറ്റ് ചെയ്യാൻ പാകത്തിനൊന്നുമില്ല. പക്ഷേ
അതുപോലെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവർ കുറേ സ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. കുറേ നല്ല ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ഒക്കെയാണ് അവർ ചെയ്തേക്കുന്നത് നമുക്ക് ഉറപ്പാണ്. കാരണം കുറേ ആൾക്കാരുടെ എഫേർട്ടും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ജോലി പാവങ്ങളായിട്ടുള്ളവർക്കും മീൻസ് ഇന്നത്തെ കാലത്ത് ജോലിയൊക്കെ ഒത്തിരി കുറവാണ്. അപ്പം അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഒത്തിരി ജോലിയൊക്കെ ഉണ്ട്. 250 ടൈപ്പുള്ള മാംഗോസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നത് ഇച്ചിരി ലേറ്റായിപ്പോയി. അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള ഫിഷ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇപ്പോൾ എഗ്ഗ് ആണെങ്കിലും എന്തൊക്കെ സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇത് തന്നെയാണ് അവർ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. ബിരിയാണിയും കുറച്ച് പേര് മീൽസും അടിപൊളി ഫുഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ബോട്ടിങ്ങിന് വേണ്ടി പോയി. നമ്മൾ തന്നെ കാലുകൊണ്ട് വേണം ഇത് ചവിട്ടി പോയിട്ട്. ആദ്യമൊക്കെ ഇച്ചിരി നല്ല പാടായിരുന്നു, കാരണം ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ തന്നെയാണ് ഇത് ഓടിക്കേണ്ടത്. നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല. അവൾ നമ്മളെ കയറ്റി ജസ്റ്റ് വിടും. പിന്നെ നമ്മൾ തന്നെ വേണം അത് കറക്കിക്കൊണ്ട് വരാൻ. അറിയാവുന്ന ആൾക്കാരില്ലെങ്കിൽ ഇച്ചിരി പെട്ടുപോകും. അപ്പോഴെന്താണ് അവർ ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം അവർ വേറെ ബോട്ടിൽ വന്നിട്ട് ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കും. എനിവേ ഞങ്ങൾ കുറേ ആദ്യമൊക്കെ ഇച്ചിരി നല്ല പാടായിരുന്നു ചവിട്ടാനായിട്ട്. പിന്നെ ഓക്കെ ആയിട്ട് വന്നു. നല്ല വെയിലായിരുന്നു, എങ്കിലും അടിപൊളിയായിരുന്നു. നമ്മൾക്ക് മറ്റേ മുകളിൽ ഇങ്ങനെ കവർക്ക് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മളുടെ കൂടെ തന്നെ അപ്പുറത്ത് തന്നെ ചേട്ടനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറേ സിസ്റ്റേഴ്സും എല്ലാവരും തന്നെ ഇതിൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു സംഭവം. ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ട് പോയി. കൊട്ടവഞ്ചി എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഇത് നമ്മൾ തന്നെ കേട്ടോ തുഴയുന്നത്, നമ്മളുടെ കൂടെ ആരും വരത്തില്ല. നമ്മൾ ഇവിടുന്ന് അങ്ങ് വരെ തുഴഞ്ഞിട്ട് നമ്മൾ തിരിച്ച് തന്നെ തന്നെത്താൻ വരണം. അപ്പം എല്ലാവർക്കും കുറേ പേർക്ക് കയറാൻ വേണ്ടി പേടിയായിരുന്നു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടത്. അപ്പം നമുക്ക് പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.